സംസ്ഥാനത്ത് മാർച്ച് മാസത്തിൽ കൈവിട്ട് ഉയർന്നു പോകുന്ന സ്വർണ്ണവില തുടർച്ചയായ 2 ദിവസം താഴേക്ക് പോയത് എന്തുകൊണ്ടെന്നാണ് വിപണിയുടെ നിരീക്ഷണം. ഗ്രാമിന് 2 ദിവസം കൊണ്ട് കുറഞ്ഞത് 80 രൂപയോളമാണ്. പക്ഷെ ഭാവിയിലെ അവസ്ഥ എന്താകും? സ്വർണ്ണവില ഇനിയും ഉയരുമോ അതോ ഒടുവിൽ വില കുറയുമോ? ഇതാണ് ഉപഭോക്താക്കളും വ്യാപാരികളും ഒരേ സമയം തിരയുന്നത്. ഉത്തരം കണ്ടെത്തണമെങ്കിൽ സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളും നാം മനസ്സിലാക്കേണ്ടി വരും. മുഴുവൻ വിപണിയിൽ സ്വർണ്ണവില വർധനവിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വിപരീതവും സംഭവിക്കാമെന്നും കരുതേണ്ടിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ സ്വർണത്തിൽ ദീർഘകാലമായി താൽപ്പര്യമുള്ള വ്യാപാരികൾക്കിത് തിരിച്ചടിയാകും. സ്വർണ്ണവിലയിൽ ഇടിവുണ്ടാകാൻ കാരണമാകുന്ന ഘടകങ്ങൾ അതിന്റെ ഉയർച്ചയ്ക്ക് കാരണമാകുന്ന ഘടകങ്ങൾ തന്നെയെന്നതാണ് യാഥാർത്ഥ്യം. ട്രംപ് ആവശ്യത്തിന് വലിയ രാജ്യങ്ങളുടെ മേലുള്ള US താരിഫ് കുറയ്ക്കുകയോ റദ്ദാക്കുകയോ ചെയ്യുന്നത്, US പണപ്പെരുപ്പം പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ കുറയുന്നത്, താൽക്കാലികമാണെങ്കിൽ പോലും മിഡിൽ ഈസ്റ്റിലും യുക്രൈനിലും സമാധാനം തിരിച്ചു വരുന്നത്, ലോകത്തെ മറ്റു വലിയ ഭൗമരാഷ്ട്രീയ പൊട്ടിത്തെറികൾ ഒന്നും ഇല്ലാതിരിക്കുന്നത്, അമേരിക്കയിലെ മാന്ദ്യഭീതി നീങ്ങുന്നത്, ഈ ഘടകങ്ങളൊക്കെയാണ് മറിച്ചും തിരിച്ചും സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നവ. ബിസിനസ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.